നമസ്കാരം. ഇന്ന് നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി 20 വെളുത്തുള്ളി ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തത്. വെളുത്തുള്ളി ഇതുപോലെ ഇളക്കിയിട്ടതിന് ശേഷം 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെച്ച് 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് വൃത്തിയാക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരും. മാത്രമല്ല വെളുത്തുള്ളിയുടെ ആ മണം നമ്മുടെ കയ്യിൽ പറ്റാതെയും ഇരിക്കും. അറ്റം പിളർന്ന പഴുത്ത പച്ചമുളക് നെട്ടോട് കൂടിയത് 10 എണ്ണം, ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കടുക് ആവശ്യത്തിന്, നല്ലെണ്ണ 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ വിനാഗിരി, ഒരു നാരങ്ങ 2 ടീസ്പൂൺ നാരങ്ങ നീരെടുക്കാം, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം വെച്ച് ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ തട്ട് ഇറക്കി വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് വയ്ക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം പച്ചമുളകിനെ എടുത്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളകിനെ ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി പാത്രം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വെളുത്തുള്ളി വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്കൊരു ടവൽ വയ്ക്കാം. ഇനി വെളുത്തുള്ളി ഇതിൻ്റെ പുറത്തേക്കിട്ട് ഈർപ്പം കളഞ്ഞ് എടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കടുകും ഉലുവയും ചേർക്കാം. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഇഞ്ചി ഒന്ന് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനെഗർ, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് ഇളക്കി വാങ്ങാം. വെളുത്തുള്ളി പൊടിഞ്ഞു പോവാതെ ഇളക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റി ഉപയോഗിക്കുക. വെളുത്തുള്ളി അച്ചാർ റെഡി.